ഒരു സമാധാനമുള്ള ഭരണം അല്ല കൊണ്ടുവരട്ടെ. നമ്മൾ ദ്വാരക്കണം, നമുക്ക് സമാധാനമാണ് വേണ്ടത്. ഇവിടെ പല മതക്കാരും ജീവിക്കുന്ന നാടാണ്. ഇവിടെ വർഗീയതയും കുഴപ്പമുണ്ടാക്കാൻ നിന്ന് അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഇവിടെ വർഗീയതമായ കുഴപ്പമുണ്ടാക്കാൻ നിന്ന് അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് പറ്റൂല. നമുക്കിവിടെ സമാധാനപരമായ ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അള്ളാഹു ആ സമാധാനപരമായൊരു ജീവിതം നമ്മുടെ നാട്ടിൽ അള്ളാഹു കൊണ്ടുവരട്ടെ. അള്ളാഹ് കൊണ്ടുവരും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുസ്ലിങ്ങളെ പുറത്താക്കാൻ ആരെങ്കിലും നോക്കിയാൽ ഒരു നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിരും. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു, നാട് വിടേണ്ടി വന്നവര്. ഇവിടെ പോർച്ചുഗീസുകാരൻ മുസ്ലിങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചു, നാട് വിടേണ്ടി വന്നു അവര്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന, അയിമ കളിച്ചാൽ അള്ള പുറത്താക്കുമല്ലേ. അങ്ങനെ ഒരു കുരുത്തക്കേട് വരും. പക്ഷെ നമ്മൾ നല്ല മുസ്ലിങ്ങളാകണം. അവിടെ പ്രശ്നം യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം ഇവിടെ വേണം. അവിടെയാണ് പ്രശ്നം, അതില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് അല്ലാഹു തആല ഒരു നിരപരാധിനെ നമുക്ക് പുറത്താക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ആരും പുറത്താക്കേണ്ട ആവശ്യമില്ല. എനിക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് എന്റേതാ, അത് എന്റെ അവകാശമാണ്, ഇന്ത്യൻ നിയമം. അത് എനിക്ക് വിൽക്കാനും കൊള്ളാനും കൃഷി ചെയ്യാനും താമസിക്കാനും ഒക്കെ ഉള്ളതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. നാട്ടിൽ നല്ല അന്തരീക്ഷം അല്ലാഹ് കൊണ്ടുവരട്ടെ. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ എത്ര മറ്റുള്ള മതക്കാരാണ് വെള്ളം മന്ത്രിക്കാൻ വരിക, നമ്മൾ വെള്ളം മന്ത്രിച്ചു കൊടുക്കും. എന്തൊരു നമ്മളെ സ്ഥാപനത്തിന് എത്ര ആളുകളെ സഹായിക്കല്. അല്ലാഹു നമ്മളെ നാട്ടിൽ നീ നന്മ പ്രദാനം ചെയ്യണം അല്ലാ, നന്മ പ്രദാനം ചെയ്യണം അല്ലാ, നന്മയുടെ നാടാക്കണം അല്ലാ. നമ്മളെ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങളൊക്കെ നീ സംരക്ഷിക്കണം അല്ലാ, നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ.